ഹലോ, എല്ലാവർക്കും സ്ഥിതി കമ്പിളി റോസിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖം തന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഹെയർ കെയർ റൊട്ടീൻ, അത് നൈറ്റിലെ അതുമാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടിപ്സാണ്. അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു, പുട്ടും പഴമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മീൻകറിയൊക്കെ വെക്കണം, തോരൻ വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ജോലികൾ. അപ്പം നമ്മുടെ മോൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. എപ്പോഴും വരുമ്പോൾ എടുക്കണ കാരണം ഞാൻ എടുത്തുമില്ല. പെട്ടെന്ന് ധൃതിയായിരുന്നു. അപ്പം അത് കാരണം എടുത്തില്ലേ. അപ്പം നിങ്ങൾ വന്ന കാര്യം സാധാരണ ഞാൻ എപ്പോഴും വന്ന കാര്യം അറിയിക്കുന്നത് വരുമ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. അപ്പം ഇന്നലെ ആളെത്തിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് കുറച്ച് കറികളൊക്കെ നമ്മുടെ മീൻകറിയും അതൊക്കെ ഒന്ന് വെക്കണം. അപ്പം സാധാരണ കുറച്ചൊക്കെ തലേ ദിവസത്തേക്ക് കാണുന്നതാണ്. അപ്പം ഇന്നിപ്പോൾ ഒന്നുമില്ല. ഇന്നിപ്പോൾ വെച്ചിട്ട് വേണം കറികളൊക്കെ. അപ്പോൾ ഇനി പിള്ളേരുമൊക്കെ മോനുമൊക്കെ വരുമ്പോൾ ഇവിടെ ഉഡായിപ്പ് പരിപാടിയൊന്നും നടക്കത്തില്ല. അവർ വല്ലപ്പോഴൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അവന് ബീഫാണ് ഇഷ്ടം. മീനൊന്നും അങ്ങനെ അത്ര വലിയതില്ല. അപ്പോൾ ഞാനെന്നാൽ ബീഫൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ കറി വെക്കണം. പിന്നെ പാവക്ക തോരൻ വെക്കണം. പാവക്ക തോരനൊന്നും അവരാരും തൊടത്തില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിൽ വേണ്ട ഇഞ്ചിയും ഉള്ളിയും അതൊക്കെ അരിഞ്ഞ് മിക്സിയിലൊക്കെ അടിച്ചിട്ട് നമ്മുടെ മുളക് പൊടി എല്ലാം കൂടി ഇട്ടടിച്ചാണ് കറി വെക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ കുറച്ച് ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്നൊരു വീഡിയോയിൽ ഞാനിന്നൊരു ഹെയർ കെയറിൻ്റെ നൈറ്റ് റൊട്ടീൻ അതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞാൻ അതും കൂടി ഒന്ന് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാത്രി ചെയ്യുമ്പോൾ കാണിക്കുമ്പോൾ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ പതിവ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അലക്കൽ അങ്ങനെയുള്ള പരിപാടികളും ഒക്കെ. അപ്പോൾ ഇന്ന് 2 ദിവസമായിട്ടാണെങ്കിൽ നല്ല വെയിലാണ് നമുക്ക് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് തുണിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങാണ്ട് വീണ്ടും കൊണ്ടിടും. പക്ഷേ ഇപ്പം എന്താണാവോ 2 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ ഇന്നലെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം ചേട്ടൻ്റെ അനിയൻ മരിച്ചിരിക്കുന്നതുകൊണ്ട് ഈ പ്രാവശ്യം ഓണം അങ്ങനെ വലിയ ഇതില്ല നമുക്ക്. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ വരുമ്പോൾ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ ഡ്രസ്സൊക്കെ എടുത്ത് തരും നമുക്ക്. അപ്പോൾ ഇന്നലെ ഞങ്ങളെന്നാൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, സീമാട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ അവൻ വന്നു കഴിഞ്ഞ് അപ്പോൾ ഇന്നലെ ഒരു ദിവസം ലീവായിരുന്നു. അല്ലെങ്കിൽ വന്നിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യും. അപ്പോൾ പിന്നെ അപ്പോഴും ഇറങ്ങാൻ പറ്റത്തില്ല. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ മടി പിടിച്ച് പോയില്ല. ഒന്നാമത് ടൗണിലോട്ട് ഇപ്പോൾ ഈ സമയത്ത് ഇറങ്ങാനേ പറ്റത്തില്ല, അതുപോലെ തിരക്കാണ് നമുക്ക്. അപ്പം ഞങ്ങളെപ്പോഴും സീമാട്ടിയിൽ നിന്ന് എടുക്കാറ്. എനിക്കെപ്പോഴും സീമാട്ടിയാണ് ഇഷ്ടം. സാരിയൊക്കെ അവിടെ എപ്പോഴും നല്ല സെലക്ഷനായിരിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ സാധാ കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ ബ്രാൻഡഡ് സാധനം കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോകണം. അപ്പോൾ അവിടെ പോകണം എന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നടക്കുമോയെന്നറിയില്ല. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ആങ്ങളെയൊക്കെ വരുന്നുണ്ട്. അപ്പം അവർ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവരൊക്കെ കൂടി വന്ന് ഒന്നിച്ച് പോകാമെന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. അത് വൈകിട്ടത്തെ ഇതിനനുസരിച്ചിരിക്കും. അവർ വൈകിട്ടാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ജോലികളൊക്കെ തീർത്ത് വെക്കണേണ്. പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് വലിയ നാരങ്ങയില്ലേ, അതിന് ഞങ്ങൾ പറയുന്നത് വടുകപ്പുളി എന്നാണ്, വലിയ നാരങ്ങ. അപ്പോൾ അത് അച്ചാറിടണം. അപ്പോൾ അത് ഞാൻ അച്ചാറിടുന്നത് ഈ പ്രാവശ്യം വെള്ളക്കിടാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതൊന്നും ഇടണം. അത് ഞാനിപ്പോൾ ഇടുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതൊക്കെ ഞാനിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കഴുകിയിട്ട് ഒരു പപ്പടക്കോല് കൊണ്ട് മുഴുവൻ ഇങ്ങനെ കുത്തിടും.
നല്ലതായിട്ട് കുത്തിയിട്ട് എണ്ണയിൽ ഒന്ന് നമ്മൾ അതൊന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താണ് അച്ചാറിടുന്നത്. അപ്പം ഞാനത് കാണിച്ചു തരാം എങ്ങനെ ഇടുന്നതെന്ന്. അപ്പം അച്ചാർ ഇടണം അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അച്ചാറിലോട്ടൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ സാധാരണ ഇത് നേരത്തെ ഇട്ട് വെക്കാറാണ് പതിവേ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് എടുക്കുമ്പോൾ നല്ല എന്താ പറയണ കയ്പൊന്നും ഇല്ലാണ്ട്, അല്ലെങ്കിലും എൻ്റെ വടുകപ്പുളിയുടെ അച്ചാറിന് പിന്നെ അങ്ങനെ കയ്പൊന്നും ഉണ്ടാവാറില്ല. നല്ല ടേസ്റ്റാണ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ. അത് ഒരുപാട് നാളിരുന്നാലും അത് ഇടണ പോലെ ഇരിക്കും. നമ്മൾ ഒത്തിരി നാൾ കേടാവേണ്ടി ഇരിക്കും അച്ചാർ. അപ്പോൾ അത് ഒന്ന് ചെയ്യണം. അതെനിക്ക് പിന്നെ ചെറുനാരങ്ങയിലൊക്കെ ഇഷ്ടം എനിക്ക് ആ അച്ചാറിടുന്നതാണ്. അപ്പോൾ ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോൾ അരപ്പൊക്കെ ഇട്ട് മീൻ കറിക്ക്. അപ്പോൾ നമ്മുടെ കഷ്ണം മീനാണ് മേടിച്ചുകൊണ്ട് വന്നേക്കണത്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് എളുപ്പമുള്ളൂ. കുറച്ച് ഞാൻ വറക്കാനൊക്കെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ കറി വെക്കണം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പിന്നെ അത് നമുക്ക് വെട്ടാത്ത കാരണം നല്ല എളുപ്പമാണ്. ഇച്ചിരി ഉപ്പൊടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ എന്താണ് അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും ഞാൻ എപ്പോഴും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓണത്തിൻ്റെ. അപ്പോൾ ഇന്ന് കാത്തു എല്ലാം ഹെൽപ്പ് ചെയ്ത് തുടക്കലും ക്ലീനിങ്ങൊക്കെ കാത്തുവിൻ്റെ വകയായിരുന്നു. അപ്പോൾ എനിക്കിനി കുറച്ചൊക്കെ ജോലികളൊക്കെ ഉണ്ടെന്നാൽ അപ്പോൾ കുറച്ച് തുണിയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഇട്ട് മടക്കണം. അപ്പോൾ എല്ലാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പം മുടക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയും കഴിയും, വീടും വൃത്തിയാവും. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പിട്ട് ഇപ്പോൾ അത് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇതാക്കിയിടണം. അപ്പോൾ പാവക്ക തോരനും കൂടി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് ഞാൻ പാവക്ക അരിയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ്റെ അരപ്പും മൂപ്പിക്കുന്നുണ്ട്. നമ്മുടെ പാവയ്ക്കയും അരിഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ മോര് കറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് തേങ്ങ ഞാൻ നോക്കുമ്പോൾ പാവയ്ക്കൊക്കെ തേങ്ങയില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഇന്നൊരു ഓരോരുത്തരൊക്കെ ഓരോ ടിപ്സൊക്കെ യൂട്യൂബിൽ കാണിക്കുമല്ലോ. അപ്പം അതൊക്കെ ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ തേങ്ങ ഇടണം. എനിക്ക് മടിയാണ്. അപ്പോൾ ഞാൻ ഈ വക പണിയൊക്കെ ചെയ്യുന്നത്. അധികം തേങ്ങ ഇടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സൂത്രം ചെയ്യും. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പം ഞാൻ പാവക്ക ലാസ്റ്റാണ് ഞാൻ തേങ്ങ ഇടത്തുള്ളൂ പാവക്കയിൽ. അപ്പോൾ ഇപ്പം കടുക് പൊട്ടിച്ചിട്ട് പാവക്ക ഇട്ടേച്ച് ആ പാവക്കൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ തേങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കണേ ചിരകി എടുക്കണേന്ന് നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഞാൻ എപ്പോൾ ചിരണ്ടിയാലും ശരി ഞാൻ കയ്യുറക്കിയിട്ടാണ് ചിരണ്ടുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പോയാലും എൻ്റെ കൈയുടെ വിരൽ പോവും ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ വെറുതെ എന്തിനാ ചിരകയിലോട്ട് ഇതാക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം നമ്മുടെ അരപ്പൊക്കെ മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കടുക് ഇടുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കടുക് നമ്മുടെ മേത്തോട്ട് പൊട്ടിത്തെറിക്കില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കടുക് ഇടുമ്പോൾ നമ്മുടെ മേത്തോട്ട് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ കടുക് ഇടുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ ദേഹത്ത് വീഴത്തില്ല. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് പാവക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഒന്ന് തീർന്നിട്ട് ഒന്ന് വെക്കാൻ നിൽക്കരുത്. രണ്ടും ഒരുമിച്ച് ചെയ്താൽ നമുക്ക് ജോലി കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് എളുപ്പമൊന്ന് പോകാം. അപ്പം പണ്ടൊന്നും പാവക്ക ഞാൻ തിന്നില്ലായിരുന്നേ. ഞാനിവിടെ കോട്ടയത്ത് വന്നതിന് ശേഷമാണ് പാവക്ക തിന്നാൻ തുടങ്ങിയത്. ഇപ്പോൾ എനിക്കിഷ്ടമാണ്. പക്ഷേ അതിനും വേണ്ട പിള്ളേർ രണ്ടുപേരും തൊടത്തില്ല. പാവയ്ക്ക എന്ന് പറയുന്ന സാധനം വരും. ഞാനും ചേട്ടനും മാത്രമേ പാവയ്ക്ക കഴിക്കത്തുള്ളൂ.
അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് പാവയ്ക്കേനെ ഇട്ട് കൊടുക്കാം. പിന്നെ ജോലി ചെയ്യണ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അവിടെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ക്ലീനിങ്ങും ആവശ്യമില്ല. പിന്നെ ഞാനെപ്പോഴും പാവയ്ക്ക വെക്കുമ്പോൾ മൂടി വെച്ച് വേവിക്കാറില്ലേ. നമ്മുടെ മദർ ഇൻ ലോ പറഞ്ഞു തന്നാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കയ്പ്പ് വരും. അതുകൊണ്ട് പാവയ്ക്ക വെക്കുമ്പോൾ മൂടത്തേ ഇല്ല. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ള ഇതിൽ തന്നെ അത് വേഗമുള്ളൂ. പിന്നെ ഇറക്കാറാകുമ്പോൾ മാത്രമേ ഞാൻ തേങ്ങ ഇടാറുള്ളൂ. അത് ഏത് തോരനും ഇറക്കാറാകുമ്പോൾ മാത്രമേ തേങ്ങ ഇടാറുള്ളൂ. അപ്പോൾ ഇതിന് ഇതൊന്ന് ഇതാക്കി വെച്ചിട്ട് വേണം നമ്മുടെ തേങ്ങ എന്താ ചെയ്യണേന്ന്. പക്ഷെ ഇങ്ങനെ തേങ്ങ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഒരുപാട് തേങ്ങയൊക്കെ നമുക്ക് ചിരണ്ടേണ്ട സമയമാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിന്നിപ്പോൾ സാധാരണ എപ്പോഴും ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ കുറച്ച് വെച്ചേക്കുവേ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ തേങ്ങയില്ല. അപ്പോൾ നമ്മൾ മീനൊക്കെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ പുളിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിട്ട പുറകെ തന്നെ പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കഷ്ണം മീൻ. അപ്പോൾ ഇനി നല്ലതായിട്ട് അവിടെ ഇരുന്ന് ആയിക്കോളും. ചെറിയ തീയിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ പരിപാടിയൊക്കെ ആകുമ്പോഴേക്കും മീൻ കറി സെറ്റാവും. പിന്നെ നമ്മുടെ പാവയ്ക്ക വെന്തിരിക്കും. അങ്ങനെ പാവയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേപ്പലിപ്പില്ല, കുറച്ച് വേപ്പല ഉണ്ടായതാണ് നമ്മുടെ മരത്തിൽ. അതൊക്കെ തീർന്നിപ്പം. പിന്നെ ബാക്കി 2-3 പാത്രമൊക്കെ വന്ന് അതെല്ലാം കഴുകി ഇതിൻ്റെ ഒപ്പം തന്നെ അതുമൊക്കെ നീറ്റാക്കി. പുറത്തോട്ടാണ് ഞാൻ വെക്കുന്ന പാത്രമൊക്കെ. അപ്പം അവിടെ നല്ല വെയിലാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ എല്ലാം നല്ല ഉണങ്ങി കിട്ടും. പിന്നെ അകത്ത് തന്നെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വെറുതെ ചിലപ്പോൾ കുറച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ അതിൽ പുറത്തോട്ട് അങ്ങ് പോകത്തില്ല. അല്ലെങ്കിൽ പുറത്ത് ഒരു വലിയൊരു കൊട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാം ഇതാക്കി വെക്കുമ്പോൾ എല്ലാം നല്ല വെള്ളം പോയിരിക്കും. എനിക്ക് ഈ വെള്ളത്തോട് വെക്കണ ഒട്ടും ഇഷ്ടമല്ലേ. അപ്പം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും എല്ലാം വെള്ളം പോയി നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഈ അകത്തിരിക്കുന്ന നമ്മുടെ അടുക്കളയിലൊരു ചെറിയൊരു കൊട്ട വെച്ചിട്ടുണ്ട്. അത് ഞാൻ രാത്രി മാത്രം അങ്ങനെ പാത്രം കഴുകിയിട്ട് ഇടാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ തേങ്ങ ഞാൻ എന്താ ചെയ്യണമെന്ന് കുക്കറിലിട്ടിട്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് തേങ്ങയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പകുതി തേങ്ങ മുറിയെടുത്തിട്ട് കുക്കറിലോട്ട് വെക്കും. എന്നിട്ട് ഒരു വിസിൽ അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്തേക്കണം. അപ്പോൾ ആ ചൂടിയിരുന്ന് തന്നെ നമുക്ക് തേങ്ങ അതിൽ നിന്ന് വിട്ടിരിക്കും. പിന്നെ നമ്മളിത് ഇതുപോലെ എന്തെങ്കിലും ചെറിയ നല്ല ബലമുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ഇടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന്മേൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടും.
ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ വിട്ട് വരുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് വരും മൊത്തമായിട്ടൊന്നും വിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ മുഴുവനായിട്ട് കിട്ടും. അത് നമ്മളിങ്ങനെ കത്തി കൊണ്ട്, അപ്പോൾ കത്തി എടുക്കുമ്പോൾ നമ്മൾ നോക്കണം കേട്ടോ, തിരിച്ച് പിടിച്ചാക്കണമെന്നാണ് പറയണം എല്ലാവരും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലോട്ട് അത് ചെന്ന് വന്ന് വീഴുവേ. അപ്പോൾ ഒരു മൂർച്ചയില്ലാത്ത കത്തി എടുക്കണ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല മൂർച്ചയുള്ള അതിന്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് മാറ്റിയെടുത്ത്, അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ വശവും ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ കയ്യിലോട്ട് മുഴുവനായിട്ട് വിട്ട് പോരും. അപ്പം ഇപ്പം എനിക്ക് നോക്കിയിട്ട് പറ്റുന്നുമില്ല. പിന്നെ ഞാനെല്ലാം ചെറിയ ചെറിയ പീസായിട്ട്, അപ്പം പിന്നെ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് വിട്ടിങ്ങാട് പോരും കേട്ടോ. നമ്മൾ ബലം പിടിച്ചൊന്നും ചെയ്യണ്ട. അപ്പം ഞാനിങ്ങനെയാണ് തേങ്ങയുടെ ഇത് ചെയ്യുന്നത്, ചിരണ്ടാനായിട്ട് എടുക്കുന്നത്. അത് പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട്, ഇപ്പം നമുക്ക് ഒറ്റ ഇതിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കി എടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സിയിലോട്ട് ഇട്ടിട്ട് ഞാനൊന്നങ്ങ് അടിച്ചെടുക്കും. ഒരു കറക്കിയെടുക്കും. നമുക്ക് ആവശ്യമുള്ള തേങ്ങ സുഖമായിട്ട് കിട്ടും. ഇവിടെ കയ്യും പൊട്ടത്തില്ല. അല്ലെങ്കിൽ ചിരവെപ്പം എടുത്താലും ശരി, ഒരു രക്ഷയില്ല, എവിടെയെങ്കിലും കൈ പൊട്ടും. അപ്പം ഞാനിത് യൂട്യൂബിലൊക്കെ കുറേ നാളായിട്ട് കാണുന്നതാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ പരിപാടി ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിപ്പോൾ ഒരു തേങ്ങയ്ക്ക് ഒരു ദിവസം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാറ്. ഒരു തേങ്ങ അങ്ങനെ തന്നെ അങ്ങോട്ട് കുക്കറിലോട്ട് വെച്ചിട്ട് നമ്മൾ ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ എനിക്കിതെല്ലാം അതിൽ നിന്ന് എല്ലാം വിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് മുഴുവത്തോടെ അല്ലെങ്കിലും എന്തായാലും നമ്മൾ മിക്സിയിലിടുമ്പോൾ നമ്മൾ ചെറുതാക്കണം. ചിലവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാരറ്റൊക്കെ ചെയ്യണ ഒരിതില്ലേ, കട്ടർ, അതിൻ്റെ അകത്തിട്ട് ഇതാക്കിയെടുക്കും. അപ്പോൾ കറക്റ്റ് തേങ്ങയുടെ ഒരു രീതിയിൽ തന്നെ വരും. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, ചെറിയ ഇതാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ കറക്റ്റ് നമ്മളെങ്ങനെ തേങ്ങ ചിരണ്ടണ അത്തേ ഇതുപടി ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് തേങ്ങയൊക്കെ ആവശ്യമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എത്ര നേരം നമ്മളിട്ട് തേങ്ങ ചിരണ്ടാനാണ്. അപ്പം ഇങ്ങനെ ചിരണ്ടിയൊക്കെ വെച്ച് കുറച്ച് നാളത്തേക്കുള്ള ആവശ്യമാണെങ്കിൽ അതും ഒക്കെ. അപ്പം ഞാൻ ഇതിപ്പോൾ പാവക്കൊക്കെ ഒരു ശകലം മതിയല്ലോ നമുക്ക്. എന്നിട്ട് ബാക്കി തേങ്ങ എടുത്ത് ഞാനൊരു ഇതിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും. അപ്പം ഞാൻ പകുതിയുടെ വായിലോട്ടും പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ എൻ്റെ തേങ്ങയൊക്കെ ഞാൻ അതിൽ നിന്ന് കൊത്തിയെടുത്ത് ഉണ്ട്. അപ്പം നമുക്കല്ലാണ്ട് നമുക്ക് ഇങ്ങനെ തേങ്ങ കുത്തിയെടുക്കാനായിട്ട് ഭയങ്കര പോരത്തില്ല. ഇതൊരു പിന്നെ അരിക്ക് നല്ല കൂർത്തൊരു കത്തിയെടുത്ത് പെട്ടെന്ന് നമുക്കെല്ലാം റെഡിയായി കിട്ടും. പിന്നെ നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സിയിൽ നമുക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അല്ലാണ്ട് അരിയാണ്ട് ഇട്ട് കൊടുത്താലും നല്ലതായിട്ട് കിട്ടും. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ നമുക്കില്ലേ തേങ്ങയൊക്കെ ഒരേ പാകത്തിന് നമുക്ക് കിട്ടും. ചിരണ്ടിക്കഴിഞ്ഞാൽ ചിലർ ചിരണ്ടുമ്പോൾ വലുതാവും ചെറുതാവും അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ സൈസിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, ഇത് മിക്സിയിലടിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പരിപാടിയാണ് ചെയ്യുന്നത്. തേങ്ങ അധികം ആവശ്യമുള്ളപ്പോഴാണെങ്കിൽ എന്തോരം തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ എടുക്കും. അപ്പോൾ ഇത് ഞാനിന്ന് തേങ്ങയുടെ കാര്യം വിട്ടുപോയി. അപ്പം എല്ലാ ജോലിക്ക് അല്ലെങ്കിൽ രാവിലെ ഇത് ഈ പരിപാടി ചെയ്ത് വെക്കുക കുക്കറിൽ. അല്ലെങ്കിൽ കുക്കർ നമുക്ക് പല ആവശ്യങ്ങൾക്കും എടുക്കണ്ടേ. ഇന്നിപ്പോൾ ഞാൻ വിട്ടുപോയി. കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ പകുതി തേങ്ങ ഇങ്ങനെ ഇതിലിട്ട് വെച്ചത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയയാണ്. തേങ്ങ ചിരണ്ടാൻ മടിയുള്ളവർക്കൊക്കെ സുഖമാണ് ചിരണ്ട. ചില ആൾക്കാർക്ക് നിലത്തിരുന്ന് ചിരണ്ടാനാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് പേര് ഇരിക്കാമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് നിലത്ത് ഇരിക്കണ ഒട്ടും പറ്റത്തില്ല. എനിക്ക് പിന്നെയും പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് ചിരണ്ടാനാണ് പിന്നെയെങ്കിലും ഒരു സുഖമുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ മിക്സിയിൽ അടിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല ചിരണ്ടിയ പോലെ തന്നെ ഇരിക്കും. എല്ലാം നല്ല ഒരേ ലെവലിലിരിക്കും കണ്ട.
ഇനി നമുക്ക് കുറച്ച് പാവക്കയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പാവക്കയിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണമല്ലോ, അതല്ലെങ്കിൽ ഭയങ്കര കയ്പ്പ് മുമ്പിൽ വെക്കും നമുക്ക്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ ഓഫ് ചെയ്യാറാകുമ്പോഴേക്കും തേങ്ങ ഇട്ടെടുത്താൽ മതി. തേങ്ങ നേരത്തേക്ക് ഇടുമ്പോൾ കൂടുതൽ ഇതാവുമെന്നാണ് പറയണം, നമുക്ക് എണ്ണമയമൊക്കെ കൂടത്തില്ലേ. അപ്പോൾ എപ്പോൾ ഏത് തോരനാണെങ്കിലും നമ്മൾ ഇറക്കാറാണ് സമയത്ത് തേങ്ങാപ്പേരി ഇട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പം കൂടുതൽ ഇതാവത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ പാവയ്ക്ക ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ഹെയർ കെയർ ടിപ്സ് നമുക്ക് ചെയ്യാം കേട്ടോ. ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് പറ്റിയൊരു സിറം എന്ന് പറയാം, ഒരു ക്രീം എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അത് നമുക്ക് വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണ്. ഇന്ന് വേണ്ടത് നമ്മുടെ കറ്റാർവാഴ, അതല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കുന്ന കറ്റാർവാഴ ആണെങ്കിൽ അതാണെങ്കിലും മതി. നമ്മൾ ഇത് മേടിക്കത്തില്ലേ കറ്റാർവാഴയുടെ റെഡിമെയ്ഡായിട്ട് മേടിക്കുന്നത്, അതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഉള്ള നാച്ചുറലായിട്ടുള്ള അലോവേര എടുക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ എപ്പോഴും കുറേ സാധനങ്ങളൊക്കെ പിന്നെ ഹെയർ കെയർ റൊട്ടീനിൽ ഓരോന്നൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ പിന്നെ രാവിലെ ആണെങ്കിൽ നമ്മൾ കുളിക്കാൻ നേരത്തെ എണ്ണ ഇട്ട് കുളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ നൈറ്റിൽ അങ്ങനെ ആരും ഒരു കെയറിങ് കൊടുക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ വളരെ കുറച്ച് നമ്മുടെ അലോവേരയുടെ ഈ പൾപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പം അത് നന്നായിട്ടൊന്ന് നമ്മൾ ഇപ്പോൾ നമുക്ക് കുറച്ചെടുക്കുമ്പോൾ നമുക്ക് മിക്സിയിലൊന്നും അടിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം വളരെ കുറച്ച് അളവിലെടുക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഫോർക്ക് കൊണ്ട് തന്നെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരുപാട് ഉണ്ടാക്കി വെക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ഈ പൾപ്പ് ഒരു ക്രീം പോലെ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ചെയ്യണത് ഭയങ്കര നല്ലതുണ്ട് തലക്ക്. നമ്മൾ പിന്നെ ഇതുകൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം, ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോണതും ഒക്കെ മാറി നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെണ്ണ യൂസ് ചെയ്യണത്. ഇപ്പോൾ വെറുതെ ഉള്ള നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുമെങ്കിൽ വെളിച്ചെണ്ണ വരട്ടാം. പക്ഷേ ഞാനെപ്പോഴും യൂസ് ചെയ്യണം നമ്മുടെ എൻ്റെ കാച്ചിയ എണ്ണയുണ്ട്. അത് ഞാൻ കയ്യോന്നിയും ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളിട്ട്, പൂവാങ്കൂർ നീല അങ്ങനെയുള്ള കുറേ സാധനങ്ങളിട്ട് കാച്ചുന്നതാണ്. അപ്പം ആ എണ്ണയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് അപ്പം എന്താ പറയുക, ഈ കറ്റാർവാഴയുടെ കൂടെ നമ്മൾ എന്തെങ്കിലും എണ്ണ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അത് ക്രീമി ഫോമിലേക്ക് ഇട്ടോട്ടെ നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ്. മുടി പൊട്ടിപ്പോകൽ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഹെയർ ഫോളൊക്കെ മാറും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കണ്ട നമ്മൾ ഇട്ട പോലെ അല്ല ഇരിക്കുന്നത്, നല്ലൊരു ക്രീം പോലെ ആയിപ്പം. അപ്പം നമ്മുടെ ഈ കളറ് എണ്ണയായിരുന്നാണ് നമുക്ക് ആ കളറ് കിട്ടിയത്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. പുരട്ടണ നേരമാകുമ്പോൾ പിന്നെ ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ രാത്രി തന്നെ ചെയ്യാൻ നോക്കണം. അതായത് ഏറ്റവും നല്ല കിടക്കാൻ നേരത്ത് തന്നെ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫോർക്ക് കൊണ്ട് ചെയ്താലാണ് നമുക്ക് നല്ല ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നൈറ്റ് കെയർ റൊട്ടീനിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ പല്ല് അകലമുള്ള ചീപ്പാണ് എടുക്കേണ്ടത്.
അപ്പോൾ നമ്മൾ ഒരു മടിയും കൂടാണ്ട് വൈകിട്ട് നമ്മൾ മുടി നന്നായിട്ടൊന്ന് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ചീപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുടിയുടെ ഉടക്കൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ചീപ്പ് തന്നെ വേണം. ചുരുട മുടിയായതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ചീപ്പ് തന്നെ ഒടിഞ്ഞു പോകും മറ്റേ ചീപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പയ്യെ, അപ്പോൾ നമുക്ക് ഇപ്പം ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മുടെ തല ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ തല ഇതാക്കി കൊടുത്തിട്ട് പിന്നെ ചെയ്യുന്ന ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവണക്കെണ്ണയില്ലേ, ആവണക്കെണ്ണ പിന്നെ നമ്മൾ ഏതെണ്ണ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയും കൂടി എന്താ പറയുക ഈക്വലായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത് ഞാനിത് പുരട്ടി കൊടുക്കാറുണ്ട്. അപ്പം ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണേണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പകുതി, ഇപ്പം ഞാൻ നേരത്തെ എന്താ പറയുക, ഇപ്പം ഞാൻ പിന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വേറൊരു സാധനത്തിനെ കൂടി ഞാൻ ഈ എണ്ണ യൂസ് ചെയ്ത്, ഈ എണ്ണയല്ല എൻ്റെ തലയിൽ പുരട്ടുന്ന എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെണ്ണ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ആവണക്കെണ്ണയുടെ രണ്ടും കൂടി ഈക്വലായിട്ട് എടുക്കണം. അല്ലാണ്ട് കുറച്ച് ആവണക്കെണ്ണ എടുത്ത് അങ്ങനെയല്ല, കറക്റ്റ് ഇതിലെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലെടുത്തേക്കണതാണ് ഞാനിത് രണ്ടും. അപ്പോൾ കണ്ട നമ്മൾ പിന്നെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒരു തുള്ളി, ഇതൊന്നും വേണ്ട, ഒരു 2 ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വെറുതെ പച്ചവെള്ളമില്ലേ, പച്ചവെള്ളം കൂടി കൂട്ടുക. എന്നിട്ട് നന്നായിട്ട് ഇതാക്കിയിട്ട് നമ്മുടെ മുടിയുടെ തുമ്പിൽ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് മുടി ചെയ്യുമ്പോഴൊക്കെ മുടി പൊട്ടിപ്പോകത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഡെയിലി രാത്രി ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ഈ മുടിയിൽ ഇത് ഇങ്ങനെ കുറച്ചൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ മുടി പൊട്ട ഒന്നുമില്ല. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് സ്കാൽപ്പിലോട്ടൊന്നും ഇതാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ഇപ്പോൾ വേണമെന്നുള്ളവരാക്കാം, പക്ഷേ തണുപ്പുള്ളവരൊക്കെ അങ്ങനെ സ്കാൽപ്പിലോട്ടൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇത് മുടിയുടെ തുമ്പത്തും ഇത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് ഈ ആവണക്കെണ്ണ. അതിപ്പോൾ തലയുടെ അകത്തോട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ടൊന്നും പുരട്ടണമെന്നൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തുമ്പത്ത് നന്നായിട്ട് ഇതാക്കി കൊടുക്കുക. മുടിയുടെ തുമ്പിലാണ് നമ്മുടെ കൂടുതലായിട്ട് സ്പ്ലിറ്റൻസ് വരുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പം ഞാനിതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണേണ്. എന്നിട്ട് കുറച്ച് നമ്മുടെ വെള്ളവും കൂടി കൂട്ടിയിട്ട് അങ്ങനെ പുരട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ചീപ്പ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക. പിന്നെ ഒന്ന് താഴോട്ട് കൂടി ഇട്ട് ചെയ്യുക കേട്ടോ. ശരിക്കും താഴോട്ടിട്ട് നന്നായിട്ടൊന്ന് ചീകണം. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം കഴിഞ്ഞു നമ്മുടെ മുടിയുടെ. അപ്പോൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നമ്മൾ മുടി നന്നായിട്ട് ബ്രഷ് ചെയ്യണം. പ്രത്യേകിച്ച് താഴോട്ടിട്ട് മുടി ചീകിയാലാണ് നമ്മുടെ മുടി വളർച്ച ഏറ്റവും നന്നായിട്ട്. ഇപ്പം മുടി വളർച്ച എന്ന് ഉദ്ദേശിക്കുന്ന കുറേ മുടിക്ക് നീളമല്ല ഉദ്ദേശിക്കുന്നത്, മുടി പൊട്ടിപ്പോകാണ്ട് നല്ല തിക്നെസ്സോട് കൂടി ഇരിക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ എൻ്റെ മുടി ചുരുണ്ട മുടിയാണ്. ഈ നീളം തന്നെയാണ് എനിക്ക് അപ്പോഴും ഇപ്പോഴും ഒക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും വെട്ടിക്കളയും. 6 മാസം കൂടുമ്പോൾ, കറക്റ്റ് 6 മാസം കൂടുമ്പോൾ ഞാൻ എൻ്റെ മുടി വെട്ടിക്കളയാറുണ്ട്. പക്ഷേ എൻ്റെ നല്ല ഗ്രോത്തിൽ തന്നെയാണ് എൻ്റെ മുടി വളരുന്നത്. അല്ലാണ്ട് എൻ്റെ മുടി പൊട്ടിപ്പോകുമോ അങ്ങനെ മുടിക്ക് യാതൊരു വക ഇതുമില്ല. ഇപ്പോഴും ആ പഴയ ആ രീതി തന്നെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ മുടി കെയർ ചെയ്യണതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുടിക്ക് എന്താ പറയുക നല്ല ഗ്രോത്തിൽ തന്നെയാണ് എൻ്റെ മുടി വളരുന്നത്.
അപ്പോൾ നമ്മുടെ ഒരിത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചില്ലേ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലായിരുന്ന ഒരു കറ്റാർവാഴയും ഒരു 2-3 തുള്ളി നമ്മുടെ ഏത് ഓയിലാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് നമ്മുടെ 2 കയ്യിലോട്ടും ഇങ്ങനെ ആക്കണം. ഉണ്ടാ 2 കയ്യിലോട്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തലയുടെ ഓട്ടിയിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ നമ്മുടെ മറ്റേ ചീപ്പ് കൊണ്ട് ചീകി നമ്മൾ സ്കാൽപ്പൊക്കെ നല്ലതായിട്ടൊന്ന് ഇതാക്കി വെച്ചേക്കണേണ്. അപ്പം കൈ കൊണ്ട് പിന്നെ നമ്മൾ നല്ലതായിട്ടൊന്നൊരു മസാജും കൂടി കൊടുക്കുക. അപ്പോൾ കറ്റാർവാഴയുടെ ആ ഇതുകൊണ്ട് പിന്നെ 2 തുള്ളി നമ്മുടെ ഓയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്താ പറയുക, അങ്ങോട്ട് കോരി ഒഴിക്കുകയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് നമ്മൾ കൈയുടെ ഈ വിരലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. ഭയങ്കര നല്ലതാണ് തലക്ക്. അത് നമുക്ക് ആവണ പോലെ ഒരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കിപ്പം പിന്നെ എന്താ പറയുക, രാത്രി ഇപ്പം നേരമില്ലെങ്കിൽ 8 മണിയൊക്കെ ആകുമ്പോൾ ഊണ് കഴിക്കണേക്കാണ്ട് മുമ്പ് തന്നെ തലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചീകി നന്നായിട്ട് വെക്കുക. ഞാനിത് എപ്പോഴും എത്ര ഇതാണെങ്കിലും ഞാനിത് ചെയ്തിട്ടാട്ടോ കിടക്കുന്നത്. ഞാനീ പറഞ്ഞ പോലെ കിടക്കാൻ നേരത്തല്ല, ഞാനൊരു 8 മണി കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്തു ഇതാക്കും. എന്നിട്ട് മുടിയൊക്കെ ഈരി നല്ലതായിട്ട് മേളിൽ ഇങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ നമ്മുടെ കുറച്ച് നേരം അങ്ങനെ നമ്മൾ 10 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണോണ്ട് നമ്മുടെ മുടിയുടെ എന്താ പറയുക സ്പ്ലിറ്റൻസ് ഇല്ലേ, അതൊക്കെ നല്ലതായിട്ട് പോകും. പിന്നെ മുടിക്കായ ഉണ്ടാവില്ല, പിന്നെ മുടി നന്നായിട്ട് വളരും. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ നൈറ്റ് കെയർ റൊട്ടീൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു മടിയും കൂടാണ്ട് നമ്മുടെ മുടിയല്ലേ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തി നമുക്ക് നമ്മുടെ മുടീനെ വളർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ആ നൈറ്റിൽ നമുക്ക് കുറച്ച് സമയം നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ മുടിയും കൂടെ എല്ലാം കൂടി എടുത്തങ്ങ് കെട്ടി വെക്കും. ഞാൻ പിന്നെയൊന്നും ഇടൂലേ. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, ഇങ്ങനെ ഒന്നും കൂടി ചുരുള മുടിക്കാർക്കൊക്കെ ഒന്നും കൂടി ഇത് വരും. അങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മൾ ഇങ്ങനെ ഒരു ഇതെടുത്ത് നന്നായിട്ട് ഇങ്ങോട്ട്, പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ കെട്ടുമ്പോൾ വലിച്ച് പറിച്ച് ഒന്നും മുടി ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടരുത്. നല്ല ലൂസായിട്ട് വേണം കെട്ടാനായിട്ട്. മുടി എന്താ പറയുക, ഇങ്ങനെ വലിച്ചിങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് പൊട്ടിപ്പോവും ഭയങ്കരമായിട്ട്. ഇങ്ങനെ വലിഞ്ഞിരുന്നാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ട് നല്ലൊരു കിടക്കാനൊരു ഇതായിട്ട് വേണം കെട്ടാനായിട്ട്. അപ്പം മുടിയുടെ പുറത്തോട്ട് പോരാണ്ട് ഇങ്ങനെ വലിച്ചു കെട്ടുമ്പോൾ ഒരേത്തുമില്ല, പായൽ നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി വളർച്ച നല്ലതായിട്ട് നല്ല ഉള്ളോടുകൂടി. പിന്നെ ഇപ്പം എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല വളർന്നാലും. അല്ലാതെ നീളം മുടിക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് അവർക്കതിൻ്റെ റിസൾട്ട് കിട്ടും. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഉള്ളുണ്ട്, നീളമില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പറയണ പോലെയൊക്കെ തന്നെ കുറച്ച് ലൂസായിട്ട് കെട്ടണം കേട്ടോ. ടൈറ്റായിട്ട് ഒരിക്കലും കെട്ടരുത് മുടി രാത്രി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.